നമുക്കിന്ന് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലേക്കുള്ള ലാബ് വിഭാഗത്തിൽ 29/9/2018 നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് സോൾവ് ചെയ്തേക്കാം. ഇത് തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം ജില്ലകളിലേക്ക് നടന്ന എക്സാമിൻ്റെയാണ്. ഇത് ഫൈനൽ ആൻസർ കീയാണ്. കാറ്റഗറി കോഡ് 102/2018. തൃശ്ശൂർ, വയനാട്, ആലപ്പുഴ, ഇടുക്കി, മലപ്പുറം ജില്ലകളിലേക്ക് നടന്ന ലാബ് ഫൈനൽ സോൾവ്ഡ് പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ: മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം? മഹോദയപുരം. മഹോദയപുരമാണ് മധ്യകാലത്ത് കേരളം ഭരിച്ചിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനം. ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി? വാലന്റീന തെരഷ്കോവ. വാലന്റീന തെരഷ്കോവയാണ് ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി? VK കൃഷ്ണമേനോൻ. VK കൃഷ്ണമേനോനാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിലൂടെ ആദ്യമായി 2 പ്രാവശ്യം ആദരിക്കപ്പെട്ട മലയാളി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരാണ്? ശകുന്തള ദേവി. ശകുന്തള ദേവിയാണ് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത്. മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചതാര്? കാതറിൻ മേയോ. കാതറിൻ മേയോ ആണ് മദർ ഇന്ത്യ എന്ന കൃതി രചിച്ചത്. പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം? സംക്ഷേപ വേദാർത്ഥം. സംക്ഷേപ വേദാർത്ഥമാണ് പൂർണ്ണമായും മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യത്തെ പുസ്തകം. പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ? ജാമിനി റോയ്. ജാമിനി റോയിയാണ് പത്വ എന്നറിയപ്പെടുന്ന നാടോടി കലാകാരന്മാർക്കൊപ്പം ജീവിച്ച ചിത്രകലാകാരൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം ഏത്? പരുത്തിത്തുണി വ്യവസായം. പരുത്തിത്തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷികാധിഷ്ഠിത വ്യവസായം. കുണ്ട്ര വിളംബരം നടന്ന വർഷം? 1809. 1809 കുണ്ട്ര വിളംബരം നടന്ന വർഷം. തെരഞ്ഞെടുപ്പുകളിൽ നോട്ട സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം? 2015. 2015 തെരഞ്ഞെടുപ്പുകളിൽ നോട്ട സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം. കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിനും സംരക്ഷണം നൽകുന്നതിനും നേതൃത്വം കൊടുത്ത വ്യക്തി? കല്ലൻ പൊക്കുടൻ. കല്ലൻ പൊക്കുടനാണ് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതിലും സംരക്ഷണം നൽകുന്നതിലും നേതൃത്വം കൊടുത്ത വ്യക്തി. 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം? കല്ലുമാല സമരം. കല്ലുമാല സമരമാണ് 1915 അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം. 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി? ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം. ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റമാണ് 2018 പത്മഭൂഷൺ ലഭിച്ച മലയാളി. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം? മംഗലാപുരം. മംഗലാപുരമാണ് നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം. പഴയകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശം? കണ്ണൂരിലെ അറക്കൽ രാജകുടുംബം. കണ്ണൂരിലെ അറക്കൽ രാജകുടുംബമാണ് പഴയകാലത്ത് ലക്ഷദ്വീപിൽ ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ രാജവംശം. കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം? ചേർത്തല. ആലപ്പുഴയിൽ ചേർത്തലയാണ് കരപ്പുറം എന്ന് മുൻപ് അറിയപ്പെട്ടിരുന്ന സ്ഥലം. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനയിലാക്കിയത്? ശ്രീരംഗപട്ടണം സന്ധി. ശ്രീരംഗപട്ടണം സന്ധിയിലൂടെയാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലാക്കിയത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്ന ജില്ല? പത്തനംതിട്ട. പത്തനംതിട്ടയാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത മണ്ണടി അമ്പലം സ്ഥിതി ചെയ്യുന്നത്. സൗദി പൗരത്വം ലഭിച്ച റോബോട്ട്? സോഫിയ. സോഫിയ എന്ന റോബോട്ടിനാണ് സൗദിയിൽ പൗരത്വം ലഭിച്ചത്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചതാര്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്.
ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? അമരാവതി. അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. 1932 കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭം? നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭമാണ് 1932 കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട പ്രക്ഷോഭം. 1989 മുതൽ ജൂലൈ 11 ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുന്നു. ഇതിന് കാരണമായ 1987 ജൂലൈ 11 പ്രാധാന്യം. ലോക ജനസംഖ്യ 500 കോടിയായി. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം? 2009. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം. നാഥുല ചുരം, നാഥുല പാസ് ഏതൊക്കെ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സിക്കിം, ടിബറ്റ്. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നാഥുല പാസ് അഥവാ നാഥുല ചുരം. കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി. കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം? ബീഹാർ. ബീഹാറാണ് 2011 സെൻസസ് അനുസരിച്ച് ഏറ്റവും ഉയർന്ന ജനസാന്ദ്രതയുള്ള ഇന്ത്യൻ സംസ്ഥാനം. ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത് ഏത് സമ്മേളന തീരുമാനപ്രകാരമാണ്? ബ്രിട്ടൻ വുഡ്സ്. ബ്രിട്ടൻ വുഡ്സ് സമ്മേളന തീരുമാനപ്രകാരമാണ് ലോകബാങ്കും അന്താരാഷ്ട്ര നാണയനിധിയും നിലവിൽ വന്നത്. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നതെവിടെ? അരുവിപ്പുറം. അരുവിപ്പുറത്താണ് 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത്. വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനമേത്? ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജമാണ് വീരേശലിംഗം സ്ഥാപിച്ച പ്രസ്ഥാനം. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം എഴുതിയതാര്? അംശി നാരായണപിള്ള. അംശി നാരായണപിള്ളയാണ് വരിക വരിക സഹചരെ വലിയ സഹന സമരമായി എന്ന ദേശഭക്തി ഗാനം എഴുതിയത്. BC 6-ാം നൂറ്റാണ്ടിൽ മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത്? മഗധ. മഗധയാണ് BC 6-ാം നൂറ്റാണ്ടിൽ മഹാജനപദങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നത്. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള സർക്കാർ ഏജൻസി. ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്? അലക്സാണ്ടർ കണ്ണിങ്ഹാം. അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ് ഇന്ത്യൻ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ്. ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത്? ശ്രീബുദ്ധൻ. ശ്രീബുദ്ധനാണ് ശാക്യമുനി എന്നറിയപ്പെട്ടിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 4A ഭാഗത്ത്. ഇന്ത്യൻ ഭരണഘടനയുടെ 4A ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പത്മാവതി എന്ന കൃതിയുടെ കർത്താവ്? മാലിക് മുഹമ്മദ് ജേസിയ. മാലിക് മുഹമ്മദ് ജേസിയാണ് പത്മാവതി എന്ന കൃതിയുടെ കർത്താവ്. ഏത് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം? പാലക്കാട്. പാലക്കാട് ജില്ലയിലെ തനതായ കലാരൂപമാണ് പൊറാട്ട് നാടകം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആര്? ഊർജിത് പട്ടേൽ. ഊർജിത് പട്ടേലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി? കെ രാജു. കെ രാജു ആണ് കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി. UGC ചെയർമാൻ പദവിയിലെത്തിയ മലയാളി? VN രാജശേഖരപിള്ള. VN രാജശേഖരപിള്ളയാണ് UGC ചെയർമാൻ പദവിയിലെത്തിയ മലയാളി. 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സി കേശവൻ. സി കേശവനാണ് 1947 ഡിസംബർ 4 പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? പുന്നപ്ര വയലാർ സമരം.
പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ് അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നത്. ഉദയംപേരൂർ സുന്നദോഹ് നടന്ന വർഷം 1599. 1599 ഉദയംപേരൂർ സുന്നദോഹ് നടന്നത്. പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കയിലാണ് പഞ്ചമഹാ തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടി ഫെയിം ഇന്ത്യ. ഫെയിം ഇന്ത്യ എന്നത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ വാഹനങ്ങളുടെ നിർമ്മാണവും വിപണനവും പ്രോത്സാഹിപ്പിക്കുന്നതിന് 2015 ഏപ്രിൽ 1 കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പരിപാടിയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടന എന്തായി ആചരിക്കുന്നു? ലോക വിദ്യാർത്ഥി ദിനം. ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഐക്യരാഷ്ട്ര സംഘടനയാണ് ആചരിക്കുന്നത്. സാരെ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലുള്ളതാണ്? ഉറുദു. ഉറുദു ഭാഷയിലുള്ളതാണ് സാരെ ജഹാം സെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏതു വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. യമനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യം എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ റാഹത്ത്. ഓപ്പറേഷൻ റാഹത്ത് എന്നറിയപ്പെടുന്നത് യമനിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ദൗത്യമാണ്. 66ാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം ജേതാക്കൾ. കേരളം. കേരളമാണ് 66ാമത് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ വിഭാഗം ജേതാക്കൾ. കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചതാര്? വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ചത്. 2017 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ചിത്രം? ഒറ്റമുറി വെളിച്ചം. ഒറ്റമുറി വെളിച്ചമാണ് 2017 മികച്ച ചലച്ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയത്. ബിഗ് ബെൻ ക്ലോക്ക് ഏത് നഗരത്തിലാണ്? ലണ്ടൻ. ലണ്ടൻ നഗരത്തിലാണ് ബിഗ് ബെൻ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്നത്. സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചതാര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത്. സ്വർണജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം? നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ NRLM. നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് സ്വർണജയന്തി സ്വരോസ്ഗാർ യോജനയുടെ പുതിയ രൂപം. NRLM എന്നറിയപ്പെടുന്നു. സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം? സേവന അവകാശ നിയമം. സേവന അവകാശ നിയമമാണ് സർക്കാർ വകുപ്പുകളിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന വിവിധ സേവനങ്ങൾക്ക് സമയപരിധി ഉറപ്പാക്കുന്ന നിയമം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജംഷഡ്പൂർ. ജംഷഡ്പൂരിലാണ് ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല സ്ഥിതി ചെയ്യുന്നത്. YMCA എന്നതിൽ C എന്നത് എന്തിനെ കാണിക്കുന്നു? ക്രിസ്ത്യൻ. YMCA എന്നതിൽ C എന്നത് ക്രിസ്ത്യൻ എന്നതിനെ കാണിക്കാനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിൻ്റ് എന്നറിയപ്പെടുന്നത്. ഹി ഡൈഡ് ഡാഷ് കോളറ. ഹി ഡൈഡ് ഡാഷ് കോളറ ഓഫ്. ഹി ഡൈഡ് ഓഫ് കോളറ. ഷീ ഈസ് കമ്പാരിറ്റീവ്ലി ഡാഷ് ദാൻ ഹിം. ബെറ്റർ. ഷീ ഈസ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ദാൻ ഹിം. ഓപ്പോസിറ്റ് ഓഫ് ആക്സിഡൻ്റൽ? intentional. Opposite of accidental? Intentional. A poem lamenting the dead is? Elegy. Neither of us dash to be told what to do. Question ഒഴിവാക്കി.
The pen name of Samuel Laguen Clemens. Mark Twain. Author of the book The Count of Monte Cristo. Alexander Dumas. One who always thinks himself to be ill. Valetudinarian. The forest is infested tigers with. They were generous to everyone. Generous is adjective. The meaning of renaissance. Rebirth. Which is the feminine gender? Mar. Plural of goes. Geese. I would rather dash than beg. Starve. I am a fisherman. Dash. Orange eye. How is the word pronounced? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കി. I dashed the station when my friend arrived. Hard left. Masterpiece means greatest. Which is the predeterminer in this sentence? He is a hard worker in all the time. ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കി. The bullet is stronger than bullet. Whose words? ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കി. ഇനി അടുത്തത് മാത്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. 2 പേരുടെ ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക എ ആകുന്നു. ബി വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സുകളുടെ തുക എത്ര? എ + 2b. ട്രയാങ്കിൾ എ ബി സിയിൽ കോൺ എ = 35 ഡിഗ്രി, കോൺ സി = 85 ഡിഗ്രി ആയാൽ താഴെ തന്നിട്ടുള്ളതിൽ ശരിയായത് ഏത്? ബി സി > എ സി > എ ബി. 5 × 7 × 5 × 3 × 2 × 2 കെ ഒരു പൂർണ്ണവർഗമായാൽ കെയുടെ എണ്ണൽ സംഖ്യ വില ഏത്? 21. 1996 ഒരു അതിവർഷമായിരുന്നു. അതിനുശേഷം തൊട്ടടുത്ത അതിവർഷം ഏതായിരുന്നു? 2000. 5 - 3 -2 -3 എന്നീ ബിന്ദുക്കൾ നിർണ്ണയിക്കുന്ന വരയിലെ ബിന്ദു ആവാത്തത് ഏത്? -3 -3. ഒരു സമചതുരത്തിൻ്റെ വശങ്ങൾ 2 മടങ്ങായി വർദ്ധിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര മടങ്ങ് വർദ്ധിക്കും? 4. തന്നിട്ടുള്ളവയിൽ അനുപാതത്തിലുള്ള സംഖ്യകൾ ഏത്? 2, 6, 6, 18. ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് 3π സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ പരപ്പളവ് എത്ര? 2, 1/4 π ചതുരശ്ര സെൻറ്റിമീറ്റർ. ഒരു സംഖ്യ 50% വർദ്ധിപ്പിച്ച ശേഷം 50% കുറഞ്ഞാൽ സംഖ്യയിൽ വരുന്ന മാറ്റം എത്ര? 25% കുറയും. തന്നിട്ടുള്ളവയിൽ ഏറ്റവും വലുത് ഏത്? 4/5. അരുണയ്ക്ക് ക്ലാസ്സിൽ 12ാം റാങ്ക് ഉണ്ട്. ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. അവസാന സ്ഥാനത്ത് നിന്ന് നോക്കിയാൽ അരുണയ്ക്ക് എത്രാമത്തെ റാങ്കാണ്? 35. x/21 × x/189 = 1 ആയാൽ x എത്ര? 63. ചതുരം, സമചതുരം, വൃത്തം, സാമാന്തരികം എന്നീ രൂപങ്ങൾക്ക് ഒരേ ചുറ്റളവെങ്കിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പരപ്പളവ്? വൃത്തം. 2 സംഖ്യകൾ 1:2 എന്ന അംശബന്ധത്തിലാണ്. ഈ 2 സംഖ്യകളോടും 7 കൂട്ടിയാൽ അംശബന്ധം 3:5 ആകുന്നുവെങ്കിൽ അതിലെ വലിയ സംഖ്യ ഏത്? 28. 25 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 12 സെക്കൻഡിൽ ഒരു മരത്തെ കടന്നു പോകുന്നുവെങ്കിൽ തീവണ്ടിയുടെ വേഗത എത്ര? 75 km/h. 30 കുട്ടികളുടെ വയസ്സുകളുടെ ശരാശരി 10 ആണ്. അവരുടെ ക്ലാസ് ടീച്ചറുടെ വയസ്സുകൂടി കൂട്ടിയപ്പോൾ ശരാശരി വയസ്സ് 11 ആയി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര?
41. തറയിൽ ലംബമായി നിൽക്കുന്ന രണ്ട് തൂണുകളിൽ ഒന്നിൻ്റെ അഗ്രം മറ്റേതിനേക്കാൾ ഉയർന്നാണ് നിൽക്കുന്നത്. അവയുടെ അഗ്രങ്ങൾ തമ്മിൽ 10 മീറ്ററും ചുവടുകൾ തമ്മിൽ 8 മീറ്ററും അകലമുണ്ട്. എങ്കിൽ തൂണുകളുടെ ഉയരത്തിലുള്ള വ്യത്യാസം എത്ര? 6. ദീപു ഒരു ജോലി 20 ദിവസം കൊണ്ടും അലൻ അതേ ജോലി 60 ദിവസം കൊണ്ടും ചെയ്തു തീർക്കും. രണ്ടുപേരും ചേർന്ന് ഒരുമിച്ച് ആ ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി അവസാനിക്കും? 15. 2/60 പകുതി എത്ര? 2/59. ഘടികാരം ദിവസത്തിൽ 40 മിനിറ്റ് കൂടുതൽ ഓടുന്നു. രാവിലെ 6 മണിക്ക് സമയം ശരിയാക്കി വെച്ചു. പിറ്റേന്ന് രാത്രി ആ ഘടികാരം 7 മണി എന്നത് അറിയിക്കുമ്പോൾ കൃത്യസമയം എത്രയായിരിക്കും? 6 PM. Okay friends, thanks for watching. Subscribe for more videos. To get instant notification for new videos, click on the bell.